ഇന്ന് പൽക്കാലം ദൈവജനത്തിൽ നിന്ന് ചില നിമിഷങ്ങൾ ശുശ്രൂഷിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ യാചിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സാധാരണ പോലെ തന്നെ ഒരു കഥ കൊണ്ട് തുടങ്ങട്ടെ. ഒരിടത്ത് ഒരു സായിപ്പുണ്ടായിരുന്നു. പണ്ടുകാലത്ത് നമ്മളുടെ ഭാരതത്തിനെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയമെന്ന് ഓർത്തുകൊള്ളുക. ആ സായിപ്പിന് വീട്ടിൽ ഒരു ജോലിക്കാരനെ ആവശ്യമായിരുന്നു. അപ്പോൾ ഒരു യൗവനക്കാരനായ ഒരു പയ്യൻ ഈ സായിപ്പിനടുത്ത് ജോലി അന്വേഷിച്ചു വന്നു. ഈ സായിപ്പ് പറഞ്ഞു, ശരി, ഞാൻ നിന്നെ ജോലിക്കെടുക്കാം. നീ കാണാൻ നല്ല സുമുഖനാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, നീ ആരോഗ്യമുള്ളവനും കൂടെയാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ ജോലിക്കെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വ്യക്തിയെ, ആ യുവാവിനെ ജോലിക്ക് ഇരുത്തി. തൻ്റെ ഭവനത്തെ ആ വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ സായിപ്പ് അന്ന് പുറമേ പണിക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വൈകുന്നേരം 5 മണിയാകുമ്പോൾ മടങ്ങി വരും. നീ വീടും പരിസരവുമൊക്കെയും കാത്തു സൂക്ഷിച്ചു കൊള്ളണം. ആരും വീട്ടിനകത്ത് കയറുവാനായിട്ട് നീ അനുവദിക്കരുത്. നീ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇറങ്ങിപ്പോകാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഈ വീട്ടിലെ എല്ലാ മുറിയിലേക്കും പ്രവേശനമുണ്ട്, എന്നാൽ ആ മേശപ്പുറത്ത് ഞാൻ എൻ്റെ തൊപ്പി ഊരി വെച്ചിട്ടുണ്ട്, ആ തൊപ്പി മാത്രം നീ എടുക്കരുതെന്ന് പറഞ്ഞു. ഈ യുവാവ് രാവിലെ 8 മണി തൊട്ട് വീട്ടിനകത്തിരിക്കുകയാണ്. കുറേ നേരം ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് മുഷിഞ്ഞു. ഓരോ മുറിയും എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കുവാനായിട്ട് അദ്ദേഹം കടന്നു നിന്നു. എല്ലാം നോക്കി ഇങ്ങനെ ഇരുന്നു. 10 12 ഉച്ച സമയമായി, ഊണ് സമയമായി. അദ്ദേഹം ഊണൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. 1 മണിയായി, 2 മണിയായി. ഒരു ചെറിയ ഉറക്കം തോന്നി. അദ്ദേഹം 2 മണിക്ക് ഒന്ന് കിടന്നു ഉറങ്ങി. 3, 4 ആയപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. ഒരു ചായ ഇട്ട് കുടിച്ചു. ഒരു 4:15 ഭയങ്കര മുഷിച്ചലായി, കാരണം രാവിലെ തൊട്ട് വെറുതെ ഇരിക്കുകയാണ്. 4:30 ആയപ്പോൾ ഇവന് തോന്നി, ഈ സായിപ്പ് എന്നാ പറഞ്ഞേ, ഈ വീട്ടിനകത്ത് ഞാൻ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ഇരിക്കുന്നത് കണ്ടു. നല്ല സിൽവർ കപ്പുകളുണ്ട്, സോസസ് ഉണ്ട്, നല്ല നല്ല വസ്തുക്കൾ വീട്ടിനകത്തുണ്ട്. ഈ എല്ലാ മുറിയിലും എന്നെ കയറുവാനായിട്ട് ഇദ്ദേഹം അനുവദിച്ചു. ഞാൻ എല്ലാ സാധനവും കണ്ടിട്ടുമുണ്ട്. ഈ തൊപ്പിയിൽ എന്താ പ്രാധാന്യം? അതൊരു മുഷിഞ്ഞ തൊപ്പിയാണല്ലോ എന്ന് വിചാരിച്ച് ഇവൻ മെല്ലെ ആ തൊപ്പി ഒന്ന് ഉയർത്തി. അത്രയേ ഉള്ളൂ. അതിനടിയിൽ നിന്ന് ഒരു എലി ചാടി ഓടിപ്പോയി. ഇവൻ ആകെ വിഷമത്തിലായി. ഈ എലിയെ എങ്ങനെ ഇത് അകത്ത് കയറിയാവോ, ഇതിനെ തല്ലിക്കൊല്ലണമെന്ന് വിചാരിച്ചു അവൻ അങ്ങനെ ഒരുവിധം ഒക്കെ ഓടി. ഈ എലി നേരെ അടുക്കളയിലാണ് കയറിയത്. ഈ അടുക്കളയിലെ പാത്രങ്ങളുടെ ഇടയിൽ എലി കയറിയപ്പോൾ ഇവൻ ആ പാത്രങ്ങളുടെ ഇടയ്ക്ക് കൂടെയൊക്കെ ഈ എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി ഇവൻ ആകെ പരിശ്രമിച്ചു. പല പാത്രങ്ങളും താഴേക്ക് വീണു, ചില കപ്പുകളൊക്കെ പൊട്ടി, പലതും സംഭവിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വൈകുന്നേരം 5 മണിയായി. കോളിംഗ് ബെല്ലടിച്ചു. സായിപ്പ് കയറി വന്നു. ഉടനെ തൊപ്പി അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. സായിപ്പ് കണ്ടപ്പോൾ വളരെ സന്തോഷമായി, കാരണം ഈ തൊപ്പി ഇരുന്നിടത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അദ്ദേഹം ഉടനെ ഈ പൈതൽ പോയി, ഈ യുവാവ് പോയി ചായയൊക്കെ ഇട്ട് സായിപ്പിന് കൊടുത്തു. ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മെല്ലെ സായിപ്പ് ചെന്ന് തൻ്റെ മേശപ്പുറത്തിരുന്ന ആ തൊപ്പി ഒന്ന് ഉയർത്തി. അദ്ദേഹം പ്രതീക്ഷിച്ചത് അതിൻ്റെ അടിയിൽ ആ എലി ഉണ്ടാവുമെന്നാണ്. പക്ഷേ ഉയർത്തി നോക്കിയപ്പോൾ എലി അവിടെ കണ്ടില്ല. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ആ തൊപ്പി താഴെ അവിടെ തന്നെ വെച്ചിട്ട് താൻ പോയി വസ്ത്രമൊക്കെ മാറി വന്നിട്ട് ആ യുവാവിനെ വിളിച്ച് ചോദിച്ചു, നീ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നൊക്കെ ചെയ്തു, എല്ലാം പറഞ്ഞു. ഈ തൊപ്പി പോക്കി നോക്കിയ കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ പറഞ്ഞു. അവസാനം സായിപ്പ് ചോദിച്ചു, നീ ആ തൊപ്പി എടുത്തായിരുന്നോ? ഞാൻ എടുത്തിട്ടേ ഇല്ല. എടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ജോലി ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു, എനിക്ക് നിന്നെ ആവശ്യമില്ല. ആദമും ഹവ്വയും ഏദേൻ തോട്ടത്തിലായിരുന്നപ്പോൾ ചെയ്ത ആകെ ഒരു പാപം കുറേ പഴങ്ങൾ പറിച്ച് തിന്നതല്ല, അനുസരണക്കേട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഏക അനുസരണക്കേട്, ഒരു ചെറിയ തെറ്റ് എന്ന് നമുക്ക് തോന്നുന്നത് ബൈബിൾ ഉടനീളം നമ്മൾ വായിക്കുന്നുവെങ്കിൽ ആ അനുസരണക്കേടാണ് അവസാനം വരെയും പാപമായി നമ്മൾ കാണുന്നത്. ആ അനുസരണക്കേടാണ് പലപ്പോഴും നമ്മളെ പല പാപങ്ങളിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഇന്ന് പൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ജോസഫിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ആ ജോസഫ് തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഉള്ളവനായിരുന്നു, അത് എങ്ങനെ അവനെ ആത്മീയമായി മുന്നോട്ട് നയിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു.
അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ ശെഖേമിൽ പോയിരുന്നു. ഇസ്രായേൽ യോസഫിനോട്, നിന്റെ സഹോദരന്മാർ ശെഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് യോസഫ് അവനോട്, ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഒരു അനുസരണയുള്ള യോസഫിനെയാണ് നമ്മളവിടെ കാണുന്നത്. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച നന്മകൾക്ക് അടിസ്ഥാനമായിരുന്നത് ഒരു അനുസരണമാണ്. ഏത് തരത്തിലുള്ള അനുസരണമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അനുസരണം ക്ഷമയോടുകൂടിയുള്ള അനുസരണം, ഒബീഡിയൻസ് വിത്ത് പേഷ്യൻസ്, ക്ഷമയോടുകൂടിയത്. ഇനിയൊരു തരത്തിൽ പറഞ്ഞാൽ ഏത് തരത്തിലുള്ള അനുസരണമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇൻസ്റ്റൻറ്റ് ഒബീഡിയൻസ്, പറഞ്ഞാൽ ഉടനെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയുള്ള അനുസരണമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒബീഡിയൻസ് വിത്ത് വില്ലിങ്നെസ്, മനസ്സോടുകൂടിയുള്ള ഒരു അനുസരണം. ഇതൊക്കെയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ജോസഫിനെ അപ്പൻ തൻ്റെ സഹോദരന്മാർ ആടുകളെ മേയ്ക്കുന്നിടത്തേക്ക്, മറ്റു മക്കൾ ആടുകളെ മേയ്ക്കുന്നിടത്തേക്ക് ചെന്ന് അവരുടെ വിശേഷം അന്വേഷിച്ചു വരുവാൻ, സുഖം അന്വേഷിച്ചു വരുവാനായിട്ട് അയച്ചപ്പോൾ അവൻ പറയുന്ന ഉത്തരം ഇതാകുന്നു, ഇതാ ഞാൻ പോകാം എന്നുള്ള നിലയിൽ യോസഫ് അവനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നിന്നെ മറ്റുള്ളവർ ചെയ്യിപ്പിക്കുന്ന ജോലി നിസ്സാരവും മോശവും, നിന്റെ കണ്ണിൻ മുൻപേ കൊള്ളരുതാത്തതും ഞാൻ അർഹിക്കാത്തതും എന്നെ കൊണ്ടാണോ അത് ചെയ്യിക്കേണ്ടത് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിന്നെ കൊണ്ട് നിൻ്റെ അപ്പനോ അമ്മയോ മേലധികാരികളോ ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ നീ അനുസരിക്കുക മാത്രം ചെയ്യുക. നിന്റെ ജീവിതത്തിൽ അത് നിനക്ക് അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ പടിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ജോസഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാർ ആടുകളെ മേയ്ക്കുവാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് അപ്പൻ പറയുകയാണ്, എൻ്റെ സഹോദരന്മാർ ശെഖേമിൽ പോയിരിക്കുകയാണ്. യോസഫിനോട്, നിൻ്റെ സഹോദരന്മാർ ശെഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും. ജോസഫിന് മറുചോദ്യം ഒന്നുമേയില്ല. അവൻ അപ്പൻ്റെ വാക്കുകൾ കേട്ടിട്ട് അനുസരണയോടുകൂടെ അവൻ അപ്പൻ പറഞ്ഞ അതേ കാര്യം അനുസരിച്ച് ശെഖേമിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കാലം ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ, ദൈവം നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അധികാരികൾ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് മൂത്തവർ നമ്മളോട് പറയുന്നത്, യൗവനക്കാർ സഹോദരി സഹോദരന്മാരോടും പറയട്ടെ, നമ്മളോട് നമ്മളുടെ മേലുദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ മേളിലുള്ളവർ, അല്ലെങ്കിൽ നമുക്ക് അധികാരികളായുള്ളവർ, ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളോട് പറയുന്നത് നമുക്ക് അനുസരിപ്പാൻ എത്രമാത്രം മനസ്സുണ്ട്? അത് മനസ്സോടുകൂടിയാണോ നമ്മൾ അനുസരിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടുകൂടിയാണോ അനുസരിക്കുന്നത്? മനസ്സോടുകൂടിയാണോ അത് അനുസരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പൽക്കാലം നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മളുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ ദൈവം നമുക്ക് സ്വപ്നം നൽകി തരിക മാത്രമല്ല, അതിലേക്കുള്ള വഴിയും നമുക്ക് തെളിയിച്ചു തരും. സ്തോത്രം. അത് അനുസരണയിലൂടെ ആയിരിക്കും ദൈവം നമ്മളെ നയിക്കുക. അത് ക്ഷമയോടുകൂടെ ആയിരിക്കും നമ്മൾ നേടിയെടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ദൈവം നമുക്ക് നൽകി തന്ന സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ നാം ഇന്ന് പകൽക്കാലം ഒരു മനസ്സോടുകൂടെ, ഒരു തീരുമാനത്തോടുകൂടെ കടന്നു പോകാം. കർത്താവേ, നീ എന്നെ നയിക്കുന്ന വഴി, എന്നോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പൂർണ്ണ അനുസരണത്തോട് ചെയ്യും. ഹല്ലേലൂയ. ശമൂവേൽ ബാലനെ കുറിച്ച് നമുക്കറിയാം. ശമൂവേൽ ബാലൻ ഏലി പുരോഹിതനോടുകൂടെ ഇരിക്കുമ്പോൾ ദൈവം വിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഏലി പുരോഹിതനോട് ചോദിച്ചു, പുരോഹിത, അപ്പച്ച, നിങ്ങൾ എന്നെ വിളിച്ചോ? 3 പ്രാവശ്യമായപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, എന്നാൽ ഇനി നീ ആ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നീ പറയണം, യഹോവേ അരുളി ചെയ്യണമേ, അടിയനിതാ. ഹല്ലേലൂയ. ആ വാക്ക് ഏലി പുരോഹിതൻ പറഞ്ഞു തന്നപ്പോൾ ശമൂവേലിരുന്ന് ചിന്തിച്ചില്ല. വയസ്സുകാലത്ത് ഈ അപ്പച്ചന് എന്തൊക്കെയോ തോന്നിയിട്ട് പറയുകയാണ്, അപ്പച്ചൻ വിളിച്ചില്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടതാണ്, അല്ലാതെ അടിയനീതാ എന്നും പറയാൻ ഞാനില്ല എന്നല്ല ശമൂവേൽ ബാലൻ പറഞ്ഞത്. അവൻ പറഞ്ഞു, യഹോവേ അരുളി ചെയ്യണമേ, അടിയനിതാ. ആരിലൂടെ സംസാരിച്ചു? ഒരു പുരോഹിതനിലൂടെ സംസാരിച്ചു. ആരിലൂടെ സംസാരിച്ചു? ഒരു വയോധികനിലൂടെ സംസാരിച്ചു. ശമൂവേൽ ബാലകൻ അതനുസരിച്ചു. അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം. ഹല്ലേലൂയ. ചിലപ്പോൾ മാതാവിലൂടെ ആയിരിക്കാം, പിതാവിനോടുകൂടെ ആയിരിക്കാം, നിന്റെ മൂത്ത സഹോദരനിലൂടെ ആയിരിക്കാം, നിന്റെ
ടീച്ചേഴ്സിൻ്റെ വഴിയായിരിക്കാം, അല്ലെങ്കിൽ നിൻ്റെ മേലധികാരികൾ വഴിയായിരിക്കാം. നിന്നോട് ഒരു കാര്യം കൽപ്പിച്ചാൽ ഈ യോസഫ് ചെയ്തതുപോലെ അത് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നിനക്ക് ഉണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് എതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യുവാൻ തോന്നുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ നിങ്ങൾ കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോടും എന്നോടും സംസാരിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ആ മുതിർന്നവരുടെ വാക്കുകൾ നമ്മൾ അനുസരിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. അവർ കൽപ്പിക്കുന്നത് പൂർണ്ണമായി അനുസരിപ്പാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അത് നീചപ്രവൃത്തിയായി നമുക്ക് തോന്നിയാലും, ഞാനൊരു രാജാവായി, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരന്മാരും എന്നെ വന്ദിക്കേണ്ട നിലയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആരെന്നറിയാമോ? ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്, ദൈവം എനിക്ക് വ്യക്തമായി കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. അതായി തീരുവാനുള്ള വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഞാൻ നീ പറയുന്നത് അനുസരിക്കണമോ അപ്പനെ എന്നല്ല അവൻ ചോദിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ ഉയർത്താമെന്നവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിവർത്തിയാകണമെങ്കിൽ ഹല്ലേലൂയ നിന്റെ പൂർണ്ണ അനുസരണം മതിയാകൂ. ഹല്ലേലൂയ. അത് നിനക്ക് പൂർണ്ണ അനുസരണം നിനക്കുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്തെടുക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇതാ ഇവൻ പറയുകയാണ്, അപ്പാ ഞാൻ പോകാം. ഹല്ലേലൂയ. So Joseph was humble and willing to obey his father. തൻ്റെ പിതാവിനെ അനുസരിപ്പാൻ അവന് മനസ്സുണ്ടായിരുന്നു. രണ്ടാമതായി നമ്മൾ കാണുന്നത്, നമ്മളാണെങ്കിൽ അനുസരിക്കും എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ അനുസരിക്കില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കാം. 37-ാം അധ്യായം 15-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ട് അവൻ അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ 14 തൊട്ട് വായിക്കാം. യാക്കോബ് അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞു. എബ്രോൺ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശെഖേമിലെത്തി. പിതാവ് പറഞ്ഞ അതേ സ്ഥാനത്തേക്ക് ശെഖേമിലേക്ക് ചെല്ലുവാൻ പറഞ്ഞപ്പോൾ ജോസഫ് ശെഖേമിൽ തന്നെ ചെന്നു. എന്നാൽ അവിടെ ചെന്നെത്തിയിട്ട് അവന് ആ സഹോദരന്മാരെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നമ്മളാണെങ്കിൽ അപ്പച്ചൻ പറഞ്ഞത് ശെഖേമിൽ പോകാനല്ലേ, ഞാൻ ശെഖേം വരെ പോയിട്ടുണ്ട്, ഇതാ ഞാൻ മടങ്ങിയും വന്നിട്ടുണ്ട്. നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ ബോട്ടിങ്ങിന് പോയി തുടങ്ങിയിടത്ത് തന്നെ നമ്മൾ അവസാനിപ്പിക്കും. എന്നാൽ നമുക്ക് വായിക്കാം. അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ട്, നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ ആട് മേയ്ക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവർ ഇവിടെ നിന്ന് പോയി നാം ദോഥാനിലേക്ക് എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോഥാനിൽ വച്ച് കണ്ടു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ അനുസരണം മനസ്സോടുകൂടി അനുസരണമായിരിക്കണം. പറഞ്ഞതിന് വേണ്ടിയുള്ള അനുസരണമല്ല, മനസ്സോടുകൂടി അനുസരണം. നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിലും കർത്താവ് ഇത്രയല്ലേ എന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അത്രമേ ചെയ്യുന്നുള്ളൂ, അതിനപ്പുറം ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരിക്കലും പറഞ്ഞ് മതിയാക്കരുത്. ഇവൻ ശെഖേമിലേക്ക് പിതാവ് അയച്ചു. അവിടെ ചെന്ന് സഹോദരന്മാരെ കണ്ടില്ല എന്ന് വെച്ചപ്പോൾ അവൻ മടങ്ങി തിരികെ വന്ന് പിതാവിൻ്റെ ഇടയ്ക്കിലേക്ക്, അപ്പാ ഞാൻ അയച്ച ഇടം വരെ പോയി, അവിടെ സഹോദരന്മാരില്ല എന്നൊരു മറുപടി പറവാനല്ല ജോസഫ് നിന്നത്. അവൻ അവിടെ നിന്ന് അന്വേഷിക്കുകയാണ്. അവൻ വെളിമ്പ്രദേശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഒരു വ്യക്തി, എ സ്ട്രേഞ്ചർ സോ ഹിം, ഒരു വ്യക്തി കണ്ടു. അവൻ കണ്ടു ചോദിച്ചു, എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചു വന്നതാണ്, അവരിവിടെ ആട് മേയ്ക്കുകയായിരുന്നു, എവിടെ പോയെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറയാണ്, ഇവരിങ്ങനെ ദോഥാനിലേക്ക് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. കേട്ടതേ ഉള്ളോ, നിങ്ങൾക്കറിയാമോ ആ വഴിക്കാണ് പോയതെന്ന്? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഉറപ്പാണോ ദോഥാനിലേക്ക് പോയെന്ന്? ഏത് വഴിയാണ് അവർ പോയത്? ഇതൊന്നുമല്ല അവൻ അന്വേഷിച്ചത്. ഹല്ലേലൂയ. അവൻ ദോഥാനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ പൽക്കാലം നിങ്ങളോട് പറയട്ടെ, ദൈവത്തെ അനുസരിക്കുന്ന കാര്യങ്ങളിൽ ദൈവം നമ്മളെക്കുറിച്ച് വിവിധമായ രീതിയിലൂടെ, സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ദൈവവചനത്തിലൂടെയോ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങൾ ദൈവം നടത്തി തരുവാനായിട്ട് ദൈവം നമ്മളെ നയിക്കുന്ന ഏറ്റവും ലളിതമായ, വെരി ഹംബിൾ, ഒരു താഴ്ന്ന ഒരു കാര്യം ദൈവം നമ്മളെക്കുറിച്ച് കൊണ്ട് മറ്റുള്ളവരാൾ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവനെ ചോദ്യം ചെയ്യുന്നവരായിട്ടല്ല, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നവരായിട്ടല്ല, മടിച്ചു നിൽക്കുന്നവരായിട്ടല്ല,
ഹാഫ് ഒബീഡിയൻസ് ഇസ് ഡിസൊബീഡിയൻസ്. പകുതി അനുസരിക്കുന്നതായ അല്ല, മുഴുവനുമായി മനസ്സോടുകൂടെ അനുസരിക്കുക. ഹല്ലേലൂയ. ശെഖേമിലേക്ക് പോയാൽ മതി എന്ന് വിചാരിച്ച് ശെഖേമിൽ പോയി മടങ്ങി വരുന്നവനായിട്ടല്ല, അവൻ അവിടെ നിന്ന് എൻ്റെ സഹോദരന്മാരുടെ സുഖവിവരം അന്വേഷിക്കുവാൻ എൻ്റെ അപ്പൻ എന്നെ അയച്ചിരിക്കുന്നു, ഞാൻ അത് ചെന്ന് അന്വേഷിക്കുമെന്ന് അവൻ ദോഥാനിലേക്ക് ചെല്ലുകയാണ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഒരു ചെറിയ അറിവ് കൊണ്ടാണ് അവൻ കടന്നു പോകുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തെ അനുസരിപ്പാൻ മുഴുമനസ്സോടുകൂടെയാണോ ഇഷ്ടപ്പെടുന്നത്? അത് ദൈവത്തെ അനുസരിക്കണമെന്നുള്ള താല്പര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുണ്ടോ? ഹല്ലേലൂയ. നീ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം പൂർണ്ണമായി നിൻ്റെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ആഴ്ചയൊട്ടക്കാലം ഞാൻ പവർ വിഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ കെ എബ്രഹാം പറഞ്ഞ ഒരു കാര്യം തന്നെ ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ ഒരു വിനോദമായുള്ള ഒരു ചിന്ത അദ്ദേഹം പറയുവാനുണ്ടായി. നിങ്ങൾ ചിലത് അത് കേട്ട് കാണുമായിരിക്കും. ഒരു വ്യക്തി ബസ്സിലിരിക്കുമ്പോൾ പുറമേ നിന്ന് ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിച്ചു. അപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന വ്യക്തി വിചാരിച്ചു, ഇവനോട് യാചിച്ച വ്യക്തിയോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു 5-10 രൂപയല്ല, 50 രൂപയോ 100 രൂപയോ ഒക്കെ തരാൻ എനിക്ക് മനസ്സുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് അത് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ അടുത്ത് എൻ്റെ പോക്കറ്റിൽ പണം ഉണ്ട് താനും. എന്നാൽ ബസ്സിൽ എഴുതി വച്ചിരിക്കുന്നു, കൈയും തലയും പുറത്തിടരുതെന്ന്. ആ കർത്താവൻ ദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, മുടന്തൻ ന്യായങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പറയരുത്. എനിക്ക് നിനക്ക് തരുവാൻ 50-100 തരുവാൻ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ബസ്സിനകത്ത് കൈയും തലയും പുറത്തിടരുതെന്ന്. ഞാൻ ഈ കൈ പുറത്തിട്ടിട്ട് വേണ്ടേ നിനക്ക് ഞാൻ പണം തരുവാൻ? അതുകൊണ്ടാണ് ഞാൻ ഈ നിയമം അനുസരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അത് ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന്. പലപ്പോഴും ന്യായങ്ങൾ, മുടന്തൻ ന്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അത് നമുക്ക് മനസ്സിലായിട്ടും നമുക്ക് ബോധ്യമായിട്ടും നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത്, ദൈവം നമ്മളോട് പറഞ്ഞത് എന്ത്, ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെട്ടത് എന്ത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് ഒരിക്കൽ കൂടെ ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഹല്ലേലൂയ. മുടന്തൻ ന്യായങ്ങൾ ജോസഫ് ഒരിക്കലും പറഞ്ഞില്ല. അവൻ ഒരു മുടന്തൻ ന്യായവും പറഞ്ഞില്ല. ശെഖേമിലേക്ക് ചെല്ലാൻ പറഞ്ഞു, ഒപ്പച്ച ഞാൻ അവിടെ വരെ ചെന്നു, ഞാൻ ദോഥാനിലേക്ക് പോയില്ല എന്നല്ല അവൻ പറഞ്ഞത്. അവൻ കണ്ടെത്തി എൻ്റെ സഹോദരന്മാരെവിടെയെന്ന്. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശം നിനക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് വഴിമുട്ടി നിൽക്കുകയല്ല, നീ അവൻ നിന്നെ അയച്ച കാര്യം നിറവേറുവോളം, നിറവേറ്റിയെടുക്കുവോളം മുന്നോട്ട് തന്നെ പോവുക. ഹല്ലേലൂയ. ജോസഫ് ഇതാ ദോഥാനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ അവന് സ്വീകരണം എന്ന് പറയുന്നത് എന്തെന്ന് നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് അറിയാം. ജോസഫിൻ്റെ കഥ നിങ്ങൾ മിക്കവാറും ഉള്ളവർ അറിഞ്ഞിരിക്കുകയാണല്ലോ. ജോസഫിനെ അവരിതാ പിടിച്ച് അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. ജോസഫ് ഡിഡ് നോട്ട് ഗീവ് എനി എക്സ്ക്യൂസസ്. ഒരു ഉപാധികളോ അല്ലെങ്കിൽ മുടന്ന ന്യായങ്ങളോ അവൻ പറഞ്ഞില്ല. അവൻ അനുസരണമുള്ളവനായി തീർന്നു. മാത്രമല്ല അവൻ്റെ വസ്ത്രം അവർ ഊരിയെടുക്കുകയാണ്. 37-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് റൂബേൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവൻ്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവന് ജീവഹാനി വരുത്തരുത് എന്ന് രൂബേൻ പറഞ്ഞു. 23-ാം വാക്യം, യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. ഹല്ലേലൂയ. നമ്മുടെ പൂർണ്ണമായ അനുസരണം, നമ്മുടെ മനസ്സോടുകൂടിയ അനുസരണത്തിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം എന്ത് എന്ന് ജോസഫിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ തോന്നിയേക്കും, എൻ്റെ വസ്ത്രം ഉരിയപ്പെടും എന്നുള്ളതാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ്, എൻ്റെ വസ്ത്രം ഉരിയപ്പെട്ടു, ജോസഫിൻ്റെ വസ്ത്രം ഉരിയപ്പെട്ടു, എൻ്റെ ജീവിതത്തിലും നഷ്ടങ്ങളും ലജ്ജയും മാനഭംഗവും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് വിചാരിച്ച് പലപ്പോഴും ദൈവത്തെ പൂർണ്ണമായി അനുസരിപ്പാൻ ഇഷ്ടമില്ലാത്തവരായി നമ്മൾ മടിച്ചു നിൽക്കാറുണ്ട്. എന്നാൽ ഇന്ന് പൽക്കാലം ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം. അങ്ങനെ തന്നെ ജോസഫിൻ്റെ വസ്ത്രം ഉരിയപ്പെട്ടു എന്നുള്ളത് സത്യം. എന്നാൽ അവൻ്റെ ഉന്നതിക്ക്, ഉയർച്ചയ്ക്ക് അത് ആദ്യത്തെ 2-3 പടികളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, നീ എന്നെ നയിക്കുന്ന വഴിയിലൂടെ സന്തോഷത്തോടെ, അനുസരണത്തോടെ, ശാന്തതയോടെ, ക്ഷമയോടുകൂടെ, മനസ്സോടുകൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ കർത്താവേ ഞാൻ മുന്നേറും എന്നുള്ള ഒരു
തീരുമാനം നമുക്ക് എടുക്കാം. ഹല്ലേലൂയ. അവൻ്റെ വസ്ത്രം ഉരിയപ്പെടുകയാണ്. അവൻ വസ്ത്രം ഉരിയപ്പെട്ടത് മാത്രമല്ല, 37:24 വായിക്കുന്നു, അവനെ 23:24 അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു. ഹല്ലേലൂയ. അവനെ ഒരു കുഴിയിലേക്ക് വലിച്ചെറിയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ജോസഫിൻ്റെ ജീവിതം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ എറിയപ്പെട്ടവരായി, നമ്മളെ മോശമാക്കി മറ്റുള്ളവർ വിചാരിക്കുന്നുവെങ്കിലും നമ്മൾ ഉയർച്ചയിലേക്ക് നയിക്കപ്പെടേണ്ട വ്യക്തികൾ എന്നുള്ളത് നമ്മുടെ ദർശനം കൊണ്ടും നമ്മുടെ വിളി കൊണ്ടും നമ്മുടെ സ്വപ്നം കൊണ്ടും നമ്മൾ തീരുമാനിച്ചിരിക്കുമ്പോൾ നമ്മൾ കുഴിയിലേക്ക് താണു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിലും ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് അതങ്ങനെയല്ല. നിന്നെ ഉന്നതിയിലേക്ക് നയിക്കണമെങ്കിൽ ഹല്ലേലൂയ, നീ ഈ താഴ്ന്ന അവസ്ഥയിലൂടെ, ഈ താഴ്വരയിലൂടെ, ഈ കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ഹീനമെന്ന് നിനക്ക് തോന്നുന്ന ഈ വഴിയിലൂടെ നീ കടന്നു നിന്നെങ്കിൽ മാത്രമേ ഉന്നതിയിലേക്ക് നിനക്ക് പ്രവേശിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ജോസഫിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായിരിക്കട്ടെ. ഹല്ലേലൂയ. അവനെ വലിച്ചെറിയുക മാത്രമല്ല, അവനെ വിൽക്കുകയും കൂടെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവനെ 37:28 വായിക്കുന്നു, മിദ്യാനിയ കച്ചവടക്കാർ കടന്നു വന്നപ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മാലിയർക്ക് 20 വെള്ളിക്കാശിനു വിറ്റു. അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, തൻ്റെ സ്വന്തം സഹോദരന്മാരാൽ ജോസഫ് വിൽക്കപ്പെടുകയാണ്. എന്താണ് കാരണം? അവൻ അപ്പനെ അനുസരിച്ചു കൊണ്ടാണോ? അല്ല. ദൈവം നേരത്തെ കർത്താവ് ദാസൻ പറഞ്ഞ പോലെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നതിനായ ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അവൻ ഈ കഷ്ടതയിലൂടെ, ജോസഫ് ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ പിറുപിറുക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അവനെ ഹീനമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ അവൻ അത് മനസ്സിൻ്റെ താഴ്മയോട് എളിമയോടുകൂടെ അത് ചെയ്തു. മാത്രമല്ല അവൻ ഒരു ഉപാധികളും അവൻ പിതാവിനോട് പറയുകയോ താൻ ഉപാധികൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ലെയിം എക്സ്ക്യൂസസ് അല്ലെങ്കിൽ മുടന്തൻ ന്യായങ്ങൾ അവൻ കണ്ടെത്തുകയോ അവൻ ചെയ്തില്ല. മാത്രമല്ല അവൻ്റെ വസ്ത്രം ഉരിക്കപ്പെട്ടപ്പോൾ അവൻ ഒരിക്കലും എതിർത്ത് നിന്നില്ല. ഹി ഹാസ് ഹിസ് ഓൺ റൈറ്റ് ടു ഹാവ് എ കോട്ട്. അവൻ്റെ കോട്ട് ധരിക്കുവാൻ, അവൻ്റെ വസ്ത്രം അവന് ധരിക്കുവാൻ അവനൊരു റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അവൻ്റെ അവകാശമാണ് അവൻ്റെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അവൻ്റെ സ്വന്തം വസ്ത്രമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. എന്നിട്ടും അവൻ്റെ ആ വസ്ത്രം മറ്റുള്ളവർ എടുത്തപ്പോൾ അവൻ ഒരിക്കലും എതിർത്ത് പറഞ്ഞില്ല, അവൻ ഒരിക്കലും വഴക്കുകൂടിയില്ല, അവൻ ഒരിക്കലും ശണ്ടയിടുവാൻ നോക്കിയില്ല, അവൻ്റെ ബലം പ്രയോഗിക്കുവാൻ അവൻ നോക്കിയില്ല. ജോസഫ് തൻ്റെ വസ്ത്രം വിട്ടുകൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് നമ്മളെ തന്നെ വിലയിരുത്താം. ഹല്ലേലൂയ. എങ്ങനെ ദൈവം എന്നെ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ എങ്ങനെ അതിൻ്റെ വഴിയിലൂടെ മുന്നേറുവാൻ കഴിയും? ഹല്ലേലൂയ. ഹി ഡിഡ്ന്റ് ഫൈറ്റ് ഫോർ ഹിസ് റൈറ്റ്സ്. അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവൻ ഒരിക്കലും തൻ്റെ വസ്ത്രം ഊരിയപ്പോൾ അവൻ പോരാടിയില്ല. മാത്രമല്ല അവനെ കുഴിയിലിട്ടപ്പോൾ അവൻ നിലവിളിക്കുകയും ചെയ്തില്ല. ഹി ഡിഡ് നോട്ട് ക്രൈ ഔട്ട്. അവന് വേണ്ടി കൂകി വിളിക്കാമായിരുന്നു. കാരണം ആ മിദ്യാന്യ കച്ചവടക്കാർ വരുന്ന സമയത്ത് ഇവന് വേണ്ടി ഇവന് നിലവിളിച്ചിരുന്നുവെങ്കിൽ ആ മിദ്യാന്യ കച്ചവടക്കാർ ഒരുപക്ഷെ ഈ കുഴിയിൽ കിടക്കുന്ന ജോസഫിനെ വന്ന് നോക്കിയേനെ. ഒരുപക്ഷെ അവരോട് പരാതി പറയാമായിരുന്നു, എൻ്റെ സഹോദരന്മാർ എന്നെ ഇതാ ഈ കുഴിയിലിട്ടിരിക്കുന്നു, എന്നെ ഇവിടെ നിന്ന് വിടുവിക്കണമേ എന്ന് ഒരുപക്ഷെ അവൻ നിലവിളിക്കാമായിരുന്നു. എന്നാൽ അവൻ ആ പൊട്ടക്കുഴിയിലും ഹല്ലേലൂയ അവൻ നിശബ്ദമായി തൻ്റെ കാലം കഴിക്കുകയാണ്, തൻ്റെ സമയം കഴിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും അതിൽ പരാതിപ്പെടുന്നില്ല. ഞാൻ ജോസഫിൻ്റെ ജീവിതത്തെ നോക്കിയപ്പോൾ അവൻ ഇത്രമാത്രം ഉയർത്തപ്പെടുവാൻ, ഇത്രമാത്രം ഉന്നതിയിലേക്ക് കടന്നു വരുവാൻ അവൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയായിരുന്നു, അവൻ എങ്ങനെ ദൈവത്തെ മാനിച്ചിരുന്നു, അവൻ എങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കഷ്ടതയിലൂടെ, ഭാരങ്ങളിലൂടെ, നിരാശയിലൂടെ, മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്ന അവസ്ഥയിലൂടെ, നിന്നയിലൂടെ, പരിഹാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ നമ്മളെ മാനിക്കുന്ന ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും അവൻ നമ്മളെ പൊട്ടക്കിണറിൽ വിടുന്നവനല്ല. ഹല്ലേലൂയ. ഒരിക്കലും അവൻ നമ്മളെ തള്ളിക്കളയുന്നവനല്ല. നമ്മൾ ഇനി വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ജോസഫിനെ കുറിച്ച് വായിക്കുന്നു. അവനെ കാരാഗ്രഹത്തിൽ നിന്ന് രാജാവിൻ്റെ ഫറവോൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ അവന് നല്ലൊരു വസ്ത്രം ധരിപ്പിച്ചാണ് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. നിന്റെ ഒരു വസ്ത്രം പറിക്കപ്പെടുന്നുവെങ്കിൽ നിനക്ക് അനേകമായിരം വസ്ത്രങ്ങളും അനേകമായിരം മോതിരങ്ങളും ഹല്ലേലൂയ നൽകുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിന്റെ വസ്ത്രം ഉരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുന്നത്, മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുന്നത്, ഹല്ലേലൂയ, ഇതാ ജോസഫ് ആ കുഴിയിൽ നിന്ന് നിലവിളിച്ചില്ല. മാത്രമല്ല അവൻ ഈ ഇശ്മാലിയർ അല്ലെങ്കിൽ മിദ്യാന്യ കച്ചവടക്കാർ അവിടെ വന്നപ്പോൾ അവരോട് ഒരിക്കലും അവൻ പരാതി പറഞ്ഞതുമില്ല. ഹല്ലേലൂയ. അവർ
20 വെള്ളി നാണയം കൈമാറുന്ന സമയത്ത് ഒരുപക്ഷെ നീയോ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞേനെ, അത് വാങ്ങിക്കരുതേ, ഇതെൻ്റെ സഹോദരന്മാരാണ്, അവരെന്നെ വിൽക്കുകയാണ്, നിങ്ങളത് എന്നെ കച്ചവടക്കാരനായിട്ട് അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ച് കൊണ്ടുപോകരുത്, ഞാൻ സഹോദരനാണ്, ഞാൻ മടങ്ങി എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളാം, വന്ന വഴി എനിക്കറിയാം, കാരണം ഞാൻ ദോദാൻ വരെ തന്നെ വന്നതാണ്, എനിക്ക് തന്നെ മടങ്ങിപ്പോകാൻ എനിക്ക് വഴി അറിയാം എന്ന് ഒരിക്കലും ജോസഫ് പറഞ്ഞില്ല. ഹല്ലേലൂയ. തൻ്റെ ബലം പ്രയോഗിക്കാതെ ഏകനായി അവൻ നിൽക്കുമ്പോഴും, തൻ്റെ സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടപ്പോഴും, ത്യജിക്കപ്പെട്ടപ്പോഴും, വിൽക്കപ്പെട്ടപ്പോഴും ജോസഫ് ഇതാ ഈ മിദ്യാനിയ കച്ചവടക്കാരന്മാരോട് കൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നയിലൂടെ, പരിഹാസത്തിലൂടെ, വേദനയിലൂടെ, നൊമ്പരത്തിലൂടെ മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുന്നു, താഴ്ത്തുന്നു, നിന്നെ ഒരു മനുഷ്യനായി പോലും കാണുന്നില്ല എന്ന് തോന്നുമാറ് നീ ജീവിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നത്, നീ ക്ഷമയോടുകൂടെ, അനുസരണത്തോടുകൂടെ, മനസ്സോടുകൂടെ, നല്ല മനോഭാവത്തോടുകൂടെ നീ ആയിരിക്കുമെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ നമ്മളെ വഴിയിൽ വിട്ടു കളഞ്ഞു പോവുകയില്ല. ഹല്ലേലൂയ. അവൻ നമ്മളെ നടത്തുന്ന ദൈവമാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺലെസ് മിസ്രൈമിലേക്ക് ജോസഫ് പോകണമെങ്കിൽ അവൻ പിതാവിനാൽ അയക്കപ്പെടണമായിരുന്നു. അവൻ ശെഖേം വരെ വന്നാൽ പോകുകയില്ല, ദോദാനിലേക്ക് തന്നെ പോകണമായിരുന്നു. അവൻ ദോദാനിലിരുന്നാൽ പോരാ, അവൻ കുഴിയിൽ ഇടപെടണമായിരുന്നു. അവൻ കുഴിയിൽ അവനെ ഇട്ടെങ്കിൽ മാത്രമേ അവനെ കച്ചവടക്കാർക്ക് വിൽക്കുവാൻ കഴിയുള്ളൂ. കച്ചവടക്കാർക്ക് അവൻ വിൽക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവൻ മിസ്രൈമിലേക്ക് എത്തുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത വഴിയിലൂടെ ദൈവം നമ്മളെ നയിക്കുമ്പോൾ, കർത്താവേ ഇങ്ങനെയാണോ എന്നെ നയിക്കുന്നത്, കർത്താവേ ഇതാണോ എൻ്റെ ക്രിസ്തീയ ജീവിതം, ഇതാണോ ഈ ഭൂമിയിൽ എനിക്ക് എണ്ണപ്പെട്ട നാളുകൾ മാത്രമുള്ള എനിക്ക് ദൈവമേ നീ നൽകി തരുന്നത് എന്ന് കർത്താവേ ഉയർച്ചയും ഉന്നതിയും വരുമെന്ന് ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ജോസഫിനെ വഴി നടത്തിയ ദൈവം, ജോസഫിനെ ഉയർത്തിയ ദൈവം, ജോസഫിനെ മാനിച്ച ദൈവം നമ്മുടെ ദൈവം, അവൻ നമ്മളെയും മാനിക്കും. ഹല്ലേലൂയ. ഇതാ ജോസഫ് അങ്ങനെ മിസ്രൈമിലേക്ക് എത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. ഹല്ലേലൂയ. പോത്തിഫേറിൻ്റെ ഭവനത്തിലേക്ക് ഇവൻ എത്തിച്ചേരുകയാണ്. ഇവനെ ഇസ്മാലിയ കച്ചവടക്കാർക്ക് വിറ്റുവെങ്കിലും അവൻ അവിടെ വീണ്ടും വിൽക്കപ്പെടുന്നത് പോത്തിഫേർ എന്ന വ്യക്തിയുടെ ഭവനത്തിലേക്കാണ്. അവൻ വലിയ ധനികനായ മനുഷ്യനാണ്. അവൻ ചെന്നെത്തുന്നത് ഒരു കൊട്ടാരത്തിൽ. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും, ഒരു ചെറിയ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചത്. അതിനപ്പുറം ഒരു ചിന്ത നമുക്കില്ല. ഒരുപക്ഷെ യോസഫ് വിചാരിച്ചു കാണും, എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ വലിയ കൊട്ടാരത്തിൽ പോത്തിഫേറിൻ്റെ ഭവനത്തിൽ ജീവിക്കുക എന്നുള്ളതായിരിക്കും എന്ന് അങ്ങനെ ചിന്തിച്ച് ഒരുപക്ഷെ അവൻ ജീവിച്ചു കാണും. എനിക്കറിയില്ല എങ്ങനെ അവൻ ആയിരുന്നു എന്ന്. എന്നാൽ അവൻ ദൈവകൃപയുള്ളവനായി, ദൈവ സാന്നിധ്യമുള്ളവനായി ആ ഭവനത്തിലും ജീവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. പോത്തിഫേർ തന്നെ അവനെക്കുറിച്ച് പറയുകയാണ്, ദൈവം ഇവനോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ജോസഫിനെ കുറിച്ച് പറയുകയാണ്, ഇവനോട് ദൈവമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവൻ എല്ലാ കാര്യങ്ങളും കൃതാർത്ഥനായി തീരുന്നത് കൊണ്ടാണ് തൻ്റെ ഭവനത്തിൻ്റെ സകല ചുമതലകളും സകല കാര്യങ്ങളും കാര്യവിചാരകത്തിനായി അവൻ്റെ കയ്യിലേക്ക് അവൻ ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം നമ്മളെ ചെറിയ ഉന്നതിയിലേക്ക് നയിക്കുമ്പോൾ അതുമതി കർത്താവേ, ഇത് തന്നെയാണ് നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തന്നെ നിലനിന്ന് പോകാനായിട്ട് ശ്രമിക്കുക അല്ല വേണ്ടത്. ദൈവം നമ്മളെ നടത്തുന്ന വഴികൾക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇതാ പോത്തിഫേറിൻ്റെ ഭവനത്തിൽ അവനൊരു പരിശോധന ഉണ്ടാകുന്നു. ആ ശോധന മധ്യേ അവന് വേണമെങ്കിൽ വഴങ്ങിക്കൊടുത്ത് ആ ഭവനത്തിൽ തന്നെ താമസിക്കാമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉന്നതിയിലേക്ക്, ഉയർച്ചയിലേക്ക്, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ അളവിലേക്ക് ഉയരാത്തതിൻ്റെ കാരണം അതിനു മുന്നേ ഏതെങ്കിലും ഒന്ന് നന്നെന്ന് നമുക്ക് തോന്നുമ്പോൾ അതിനോടുകൂടെ ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് അതോട് ഇണങ്ങിച്ചേർന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാമെന്ന നിലയിൽ അവിടെ തന്നെ തങ്ങി നിൽക്കുവാൻ ജോസഫ് ചിന്തിച്ചില്ല. എന്നാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ
നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ജോസഫ് ഒരിക്കലും പോത്തിഫേറിന്റെ ഭവനമാണ് എൻ്റെ ശാശ്വത ഭവനമെന്ന് അവൻ ചിന്തിച്ചില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവൻ ആ പാപത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തേനെ. എങ്ങനെ എനിക്കിവിടെ ജീവിച്ചു പോകാമെന്ന്. അങ്ങനെയല്ല, ഒരിക്കലും ജോസഫ് അങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ ഇത് എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അവൻ പിടിക്കപ്പെടുകയാണ് ചെയ്തത്, തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് പൽക്കാലം ചെറിയ ഉയർച്ചകൾ നേടിയിട്ട് ദൈവം എനിക്ക് നൽകി തന്ന ഉയർച്ചയാണെന്ന് പറഞ്ഞ് അതിന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പാപത്തിനും പാപവഴികൾക്കും പാപ ഇംഗിതങ്ങൾക്കും ദൈവത്തെ വിട്ടുള്ള വഴികൾക്കും നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജോസഫിന്റെ ജീവിതം നമുക്കൊരു പാഠമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും പോത്തിഫേറിന്റെ ഭവനമല്ല നിന്റെ നിത്യഭവനം. പോത്തിഫേറിന്റെ ഭവനമല്ല നിനക്ക് അനുഗ്രഹത്തിന്റെ ഭവനം. അത് നിനക്ക് ശാശ്വത ഭവനമേ അല്ല, ചില ദിവസങ്ങൾ മാത്രം ജീവിക്കുവാനുള്ള ഭവനമാണ്. ഹല്ലേലൂയ. അവിടെ നീ ദൈവത്തിനനുസൃതമായി ദൈവിക കൽപ്പനകളെ നീ കാത്തു സൂക്ഷിക്കുന്നു, അനുസരിക്കുന്നു എന്നുള്ള ഏക കാരണം കൊണ്ട് മാത്രമാണ് നീ ഉയർത്തപ്പെടുവാൻ പോകുന്നത്. ഒരുപക്ഷെ നിനക്ക് തോന്നിയേക്കാം, കർത്താവേ ഞാൻ നിന്നെ അനുസരിക്കുന്നു. ജോസഫ് ഇങ്ങനെ ചിന്തിച്ചു കാണും, കർത്താവേ നിന്റെ കൽപ്പന വിട്ടു പോകാതെ നിന്റെ നിയമങ്ങളെ പാലിക്കുവാനായിട്ടാണ് ഞാൻ ഈ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് തള്ളപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഭവനത്തിൽ ദൈവ കൽപ്പന അനുസരിക്കുന്നത്, ഇനി എനിക്ക് ഉയർച്ചയായിരിക്കും വരിക എന്ന് ജോസഫ് ചിന്തിച്ചു കാണും. അങ്ങനെയല്ല, ഉയർച്ചയല്ല ഉണ്ടായത്, അവനെ കാരാഗ്രഹത്തിലേക്കാണ് തള്ളിയത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവഹിത പ്രകാരം ദൈവിക നിയമങ്ങളെ അനുസരിച്ച് പോകുന്ന ദൈവവേദലേ, നീ ഇപ്പോൾ നിരാശയിലും ദുഃഖത്തിലും ഭാരത്തിലും, കർത്താവേ അനുഗ്രഹത്തിന് പകരം ശാപം, അനുഗ്രഹത്തിനും ഉന്നതിക്ക് പകരം താഴ്ചയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, കാരാഗ്രഹത്തിലേക്ക് നിന്നെ തള്ളിയെങ്കിൽ മാത്രമേ അടുത്ത ഉയർച്ച നിനക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, പാടുകൾ, ദുഃഖങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, എതിർപ്പുകൾ, നിന്ദകൾ ഒരിക്കലും നിന്നെ നശിപ്പിച്ചു കളവാനല്ല, നിന്നെ നാശത്തിലേക്ക് തള്ളുവാനല്ല, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അവനെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവിടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവജനമേ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താം. ഹല്ലേലൂയ. ദൈവം എല്ലാ വഴികളിലൂടെയും സന്തോഷത്തോട് സമാധാനത്തോട് ദൈവഹിതം ഇത് തന്നെയാണെന്നുള്ള ശാശ്വതമായുള്ള ഒരു പ്രത്യാശയോടുകൂടെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ജോസഫിൻ്റെ ജീവിതത്തിൽ നമ്മളത് കാണുകയാണ്. ഹല്ലേലൂയ. ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. യോസഫിനോട് ദൈവം ഉണ്ടായിരുന്നു. 39 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ യഹോവ യോസഫിനോട് കൂടെയിരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോടുകൂടെയാണ്. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇഫ് ഗോഡ് ഈസ് ഫോർ us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ പറഞ്ഞില്ല ദൈവം എന്നെ മാനിക്കുമെന്ന്. നമ്മൾ ചിന്തിക്കുന്ന പോലെ, ഞാനിപ്പോൾ പറയുന്ന പ്രസംഗവാക്യങ്ങൾ പോലെ ജോസഫ് എവിടെയും പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. അനുദിനം അവൻ്റെ ജീവിതത്തെ, അന്നുള്ള ജീവിതത്തെ ഹല്ലേലൂയ അവൻ ആസ്വദിച്ചുകൊണ്ട് ദൈവം എന്നെ നടത്തുന്ന വഴികളിലെ ദൈവഹിത പ്രകാരം ജീവിക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെ ജോസഫ് മുന്നേറുകയാണ്. ഹല്ലേലൂയ. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവന് പ്രതികൂലമായ ആർക്കും നിൽക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. യോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. എന്ന് വെച്ചാൽ രാജാവിൻ്റെ, അല്ലെങ്കിൽ ആ ഏറ്റവും മോശമായ, എന്ന് വെച്ചാൽ ലൈഫ് സെൻറ്റൻസ് പോലെ, എന്നുവെച്ചാൽ ആയുഷ്കാല ശിക്ഷ പോലെ അവനങ്ങ് ജീവിതകാലം, ഇപ്പോഴത്തെ ആയുഷ്കാലമല്ല, ഇപ്പോൾ പറയപ്പെടുന്ന രീതിയിലുള്ളതല്ല, എന്നേക്കുമായി തൻ്റെ ജീവിതം ഒരു കാരാഗ്രഹത്തിൽ അവസാനിക്കും എന്നുള്ള ഒരു ഗതികേട് തൻ്റെ ജീവിതത്തിൽ വന്നിട്ടും ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ തൻ്റെ ശുശ്രൂഷ ക്രമമായി ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കാരാഗ്രഹ പ്രമാണി അവനെ സകലവും ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ.
അങ്ങനെ ഒരു ചെറിയ പ്രൊമോഷൻ ജീവിതത്തിൽ വരികയാണ്. എന്നാൽ ഇതല്ല ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ പിതാവും മാതാവും സഹോദരന്മാരും വന്ന് വന്ദിക്കുവാനൊന്നും പോകുന്നില്ല. താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പുറം ലോകത്തിൽ നിന്ന് അവൻ ഏകനാക്കപ്പെട്ടിരിക്കുകയാണ്. ഏകാന്തതയിലാണ് അവൻ ജീവിക്കുന്നത്. തൻ്റെ മാതാപിതാക്കളെ കാണുവാനോ അല്ലെങ്കിൽ പിതാവിനെ കാണുവാനോ സഹോദരന്മാരെ കാണുവാനോ അവൻ അവസരം പോലും ഇല്ലാതിരിക്കുമ്പോഴും, അവൻ കാരാഗ്രഹത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നതിനായി ദൈവം അവനോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം അവനുമുണ്ട്. മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവൻ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ജോസഫ് അവിടെ ആയിരിക്കുന്ന സമയത്ത് ഇതാ ദൈവം അവിടെ ചില വ്യക്തികളെയും കൂടെ ആക്കുകയാണ്. ആ അപ്പപ്രമാണിയും ആ പാനപാത്രവാഹകനും ഒരു സ്വപ്നം കാണുകയാണ്. അവർ സ്വപ്നം കണ്ട് രാവിലെ സമയം ഏകാന്തതയിൽ, വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അവർ ദുഃഖത്തോടുകൂടി ആയിരിക്കുമ്പോൾ ഇതാ ജോസഫ് അവരുടെ അടുക്കിലേക്ക് ചെന്ന് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ മുഖം വാടിയിരിക്കുന്നത്? എന്താ നിങ്ങൾ ഈ ദുഃഖത്തിലിരിക്കുന്നത്? തൻ്റെ ജീവിതം ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ജോസഫ് മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കുവാൻ കഴിവുള്ളവനായിരുന്നു. അവൻ മറ്റുള്ളവരുടെ ദുഃഖം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അവരോട് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇത്രയും വിഷാദത്തിലായിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതാ ജോസഫിനോട് ആ പാനപാത്രവാഹകനും അപ്പപ്രമാണിയും അവൻ പറയുകയാണ് തങ്ങൾ കണ്ടതായ സ്വപ്നം. ഹല്ലേലൂയ. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ അവനിൽ ജ്വലിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവന് അപ്പോഴും അവരോട് ശുശ്രൂഷിപ്പാനായി അവന് കഴിഞ്ഞു. ഹല്ലേലൂയ. ജോസഫിന് അറിയാമായിരുന്നു, എനിക്ക് ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. എൻ്റെ സ്വപ്നം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ദൈവം. ഹല്ലേലൂയ. നമ്മൾ ജോസഫിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കണം. അവൻ കറ്റയെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചുമാണ് കണ്ടത്. എന്നാൽ അവന് മനസ്സിലായി, ഇതെന്തുവാണ്? എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന സംഭവമാണ്. എൻ്റെ പിതാവും മാതാവും എൻ്റെ സഹോദരന്മാരും എന്നെ വന്ദിക്കുവാൻ പോകുന്നു എന്നുള്ളത് അവന് മനസ്സിലായിരുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ഒരു കൃപാവരം, അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഒരു കൃപാവരം എന്ന് നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ആ കൃപാവരം പ്രാപിച്ചവനായിരുന്നു ജോസഫ്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും എവിടെയും പോയി പറഞ്ഞില്ല എനിക്ക് ഈ കൃപാവരമുണ്ട് എന്ന്. അവൻ ഒരിക്കലും ഈ പാനപാത്രവാഹകനോട് പറഞ്ഞില്ല എനിക്ക് സ്വപ്ന വ്യാഖ്യാനത്തിന് കൃപാവരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ എന്നോട് പറക, ഞാൻ അവർക്ക് വ്യാഖ്യാനം നൽകിത്തരാമെന്ന് ജോസഫ് പറഞ്ഞില്ല. ഹല്ലേലൂയ. അവൻ തൻ്റെ ശുശ്രൂഷ ദൈവകൃപയ്ക്ക് അനുസരിച്ച് ദൈവം തന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് മാത്രം അതേ നിലയിൽ ചെയ്തിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതാ ഇപ്പോൾ ഇവർ കണ്ട സ്വപ്നം കണ്ട് ഇവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ജോസഫ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് വിഷാദിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അവർ ഈ സ്വപ്നം പറഞ്ഞപ്പോൾ ജോസഫ് പറയുന്ന മറുപടി നമുക്ക് നോക്കാം. അവൻ പറയുന്നത്, സ്വപ്ന വ്യാഖ്യാനം ആർക്കുള്ളത്? യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. എനിക്ക് കഴിവുണ്ടെന്നല്ല, പലപ്പോഴും നമ്മളങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ജോസഫ് പറയുന്നത്, ഈ കഴിവ് എനിക്കില്ല, എന്നെ സ്വയമായി എനിക്കത് ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ ഇതിനുള്ള കഴിവുള്ളവൻ, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകി തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവൻ്റെ പക്കലാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടിടത്ത് ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ, അവൻ തന്നെ താഴ്ത്തിക്കൊണ്ട്, ഹല്ലേലൂയ, കഷ്ടതയിലിരിക്കുന്നവരോട് മനസ്സലിവുള്ളവനായി, ഹല്ലേലൂയ, ദുഃഖത്തിലിരിക്കുന്നവരോട് അവൻ കരുണയുള്ളവനായി അവൻ്റെ ജീവിതം നയിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരാ സഹോദരി, നിൻ്റെ ജീവിതം കഷ്ടത്തിലും ഭാരത്തിലും നിന്നയിലും നൊമ്പരത്തിലുമായി ഇരുന്നു കൊള്ളട്ടെ. എന്നാൽ നിന്നെക്കാളുപരി ഭാരപ്പെടുന്ന, നിന്നെപ്പോൽ ദുഃഖിക്കുന്ന, നിന്നെപ്പോൽ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന, നിന്നെപ്പോൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നീ കാണുന്നുവെങ്കിൽ നീ അവരോട് കരുണയുള്ളവനായി, ഹല്ലേലൂയ, നിന്നെ ദൈവമേൽപ്പിച്ച കൃപയ്ക്കൊത്തവണ്ണം അവരോട് ശുശ്രൂഷിക്കുന്നവരായി നിങ്ങളായിത്തീരണം. ഹല്ലേലൂയ. ഇതാ ജോസഫ് തൻ്റെ കഷ്ടതയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്. എന്താണ് തനിക്ക് സഹായിക്കുവാൻ കഴിയുന്നത്? ദൈവകൃപയല്ലാതെ മറ്റൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അവന് കഴിയുന്നില്ല. ഹല്ലേലൂയ. അവനെ ദൈവമേൽപ്പിച്ച ഒരേ ഒരു കൃപാവരമാണ് ആ സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത്. ആ കൃപയ്ക്കൊത്തവണ്ണം, ഹല്ലേലൂയ, അവൻ അവരോട് ശുശ്രൂഷിക്കുകയാണ്. ഇന്ന് പൽക്കാലം ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ നമ്മൾ എങ്ങനെ ചെയ്യുന്നു? ഹല്ലേലൂയ. മറ്റുള്ളവരോട് കനിവ് തോന്നി നമ്മൾ മനസ്സരിവോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാ ഞാൻ ദൈവവചനത്തിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഇഫ് യു ആർ വില്ലിംഗ് ടു ബി എ സെർവൻറ്റ്, നീ ഒരു ദാസനായിരിക്കാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ. പിതാവ് പറഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാരുടെ സുഖവിവരങ്ങൾ അന്വേഷിപ്പാനായിട്ട് അവനെ ഏൽപ്പിച്ചപ്പോൾ ഒരു എളിയ മകനായി, അല്ലെങ്കിൽ ആ ഭവനത്തിൽ മറ്റുള്ളവരുടെ സുഖവിവരം അന്വേഷിച്ച് കടന്നുപോയി അന്വേഷിക്കുന്ന ഒരു ദാസനായി തന്നെ താഴ്ത്തി അത് വിശ്വസ്തയോട് അവൻ ചെയ്തപ്പോൾ, ഹല്ലേലൂയ, അവൻ അടുത്ത് ഹി വാസ് എലിവേറ്റഡ് ടു ബി ദ ഓവർസിയർ ഓഫ് ദ ഹോം. പോത്തിഫേറിൻ്റെ ഭവനത്തിനെ ഗമനിക്കുന്നവനായി, അതിൻ്റെ മേൽ വിചാരകൻ
മേൽവിചാരകനായി അവൻ മാറി. അങ്ങനെ അവൻ ആ മേൽവിചാരകനായിരുന്ന് അതിൽ വിശ്വസ്തയോട് ദൈവത്തെ ഭയപ്പെട്ട് ഹല്ലേലൂയ അവൻ ജീവിച്ചപ്പോൾ അവൻ മനുഷ്യരെ ഭയപ്പെട്ട് മാത്രമല്ല ദൈവത്തെയും ഭയപ്പെട്ട് അവൻ ജീവിച്ചതുകൊണ്ട് അവൻ ഇതാ അടുത്ത നിലയിലേക്ക് പോവുകയാണ്. കാരാഗ്രഹത്തിലാണെങ്കിലും കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും അവൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കാരാഗ്രഹ പ്രമാണി പറഞ്ഞു, നീ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുക. ഇവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്നതായ അല്ലെങ്കിൽ ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ എല്ലാ വ്യക്തികളുടെയും കാര്യങ്ങൾ നീ നോക്കിക്കൊള്ളുക എന്ന് അവനെ ഒരു കാരാഗ്രഹത്തിന്, ഹി വാസ് ദ ജയിലർ, ഒരു കാരാഗ്രഹത്തിൻ്റെ ഉത്തരവാദിയായിട്ട് അവനെ മേൽവിചാരകനായി മാറ്റുകയാണ്. ഹല്ലേലൂയ. അതിൽ അവൻ വിശ്വസ്തയോടുകൂടെ ജീവിച്ചതുകൊണ്ട്, അവൻ അവിടെ പ്രവർത്തിക്കേണ്ടവണ്ണം പ്രവർത്തിച്ചതുകൊണ്ട്, അവൻ ദൈവകൃപയ്ക്കൊത്തവണ്ണം അവൻ ജീവിച്ചതുകൊണ്ട്, ദൈവം നൽകിയ അവസരങ്ങളെ അവൻ ഉപയോഗിച്ചതുകൊണ്ട്, മറ്റുള്ളവരെ ശുശ്രൂഷിച്ചതുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപകളെ വ്യാപരിപ്പിച്ചതുകൊണ്ട് അവൻ അവിടെ നിന്നും മാനിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി അവനായിരുന്ന സമയത്ത് ഈ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ പാനപാത്രക്കാരനോട് പറയുകയാണ്, നീ വീണ്ടും രാജാവിൻ്റെ പാനപാത്രക്കാരനായി ആകുവാൻ പോവുകയാണ്. നീ ആ നല്ല അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളുക എന്ന്. എന്നാൽ ഈ പാനപാത്രവാഹകൻ അത് മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം പറയട്ടെ, കർത്താവിൻ്റെ ദാസൻ നേരത്തെ ആരാധനയ്ക്ക് മുൻപേ പറഞ്ഞതുപോലെ മനുഷ്യരുടെ വാഗ്ദത്തങ്ങളൊക്കെയും മാറിപ്പോകും. അവർ നിനക്ക് ചെയ്തു തരാമെന്ന് പറയുന്നൊക്കെയും ചെയ്തു തരാതെ പോകും. അവരുടെ വാഗ്ദത്തങ്ങളൊന്നും നിറവേറ്റുവാൻ കഴിയാതെ അവരുടെ ജീവിതത്തിൽ പോകും. അവർ മറന്നു പോകും. അവർ നിന്നെ തള്ളിക്കളയും, അല്ലെങ്കിൽ നിന്നെ മറക്കും. എന്നാൽ ഹല്ലേലൂയ മറക്കാത്ത ഒരുവൻ നമ്മളോട് കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ ഒരുവനുണ്ട്, സ്വപ്നം നൽകി തന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തം പാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇതാ ഈ യോസഫിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ പാനപാത്രവാഹകൻ ഇവൻ്റെ കാര്യം മറന്നുപോയി. എന്നാൽ ഇതാ വീണ്ടും ഫറവോൻ ഒരു സ്വപ്നം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഈ സ്വപ്നം ആരാണ് നൽകിക്കൊടുത്തത്? ഫറവോന് ദൈവം തന്നെയാണ് നൽകിക്കൊടുത്തത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉന്നതിലേക്ക് വഴി നടത്തുവാൻ അവൻ ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ പൈതലാണോ? നിന്റെ വഴികളെ നടത്തുന്നവൻ, ഹി വിൽ ഓർഡൈൻ യുവർ സ്റ്റെപ്സ്. നിന്റെ വഴികളെ നടത്തുന്നവൻ, നിന്റെ വഴികളെ ക്രമപ്പെടുത്തുന്നവൻ ദൈവം തന്നെയായിരിക്കും. ഹല്ലേലൂയ. നിന്നെ ഉയർത്തുവാൻ നിന്നെ വേർതിരിച്ചുവെങ്കിൽ, നിന്നെ മാനിക്കുവാൻ അവന് ഉദ്ദേശമുണ്ട് എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, നിന്നെ ഉന്നതിയിലേക്ക് വഴി നടത്താമെന്ന് നിനക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എങ്കിൽ, അത് നിവർത്തിക്കുവാൻ അവൻ്റെതായ സ്വന്തം പദ്ധതികളുണ്ട്. ഗോഡ് ഹാസ് ഹിസ് ഓൺ വേസ്. അവൻ്റെ വഴികൾ അവന് മാത്രമുള്ള വഴികളാണ്. നമ്മുടെ വഴികളല്ല അവൻ്റെ വഴികൾ, അവൻ്റെ ചിന്തകളല്ല നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചിന്തകളല്ല അവൻ്റെ ചിന്തകൾ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന ഏത് വഴിയിലും ദൈവം എന്നെ വിളിച്ച ദൈവം, അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ എന്നുള്ള ഉറപ്പ് ഇന്ന് പകൽക്കാലം പ്രാപിച്ചവരായി നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. ഇതാ ഈ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് വീണ്ടും നോക്കുമ്പോൾ അവനെ കാരാഗ്രഹത്തിൽ നിന്ന് ഫറവോൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ഉടനെ ചിന്തിച്ചേനെ, ഫറവോൻ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നങ്ങൾ പറയുമ്പോൾ അതിനിപ്പോൾ എന്താ, നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ പാനപാത്രനായിരിക്കുന്ന അവനെ അങ്ങ് വിളിക്കുക, അവൻ സാക്ഷി പറയട്ടെ എന്ന്. പല സാക്ഷികൾ നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്നുള്ളല്ലോ, അതുപോലെ സാക്ഷി പറയിപ്പിച്ചേനെ. ഹല്ലേലൂയ. ആ ടി വിയിൽ പറയുന്ന പോലെ പാനപാത്രവാഹകനോട് പറഞ്ഞേനെ, നീ ഒന്ന് സാക്ഷി പറയാമെന്ന്. അപ്പോൾ അവൻ പറയും, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടപ്പോൾ ജോസഫ് എന്നോട് ഇങ്ങനെ വന്ന് ചോദിച്ചു. അന്ന് ഞാൻ ആ ഭാഗത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല, എനിക്കിഷ്ടമില്ലാത്തൊരു ഭാഗമാണ് അത്. എന്ന് വെച്ചാൽ ദൈവം ചെയ്ത അത്ഭുതത്തിന് മനുഷ്യൻ അതിൻ്റെ ക്രെഡിറ്റ്, അതിൻ്റെ ബഹുമാനം എടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു വിവരണവും ഈ ജോസഫ് ചോദിച്ചില്ല. ഹല്ലേലൂയ. അവൻ ഫറവോനോട് പറയുന്നത് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യഹോവയ്ക്കുള്ളത്, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യഹോവയ്ക്കുള്ളത്. യഹോവ എനിക്ക് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ എനിക്ക് ഊഹിച്ചിട്ട് ഒന്നും പറവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അവൻ ഒറ്റ വാക്കിൽ കാര്യങ്ങളെല്ലാം ഉള്ളടക്കി പറയാണ്, സ്വപ്ന വ്യാഖ്യാനം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. അവൻ തന്നെ താഴ്ത്തിയ ഒരു വ്യക്തിയായിരുന്നു. അവൻ ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ശുശ്രൂഷിച്ച വ്യക്തിയായിരുന്നു. അവൻ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയരുമ്പോഴും ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ കൽപ്പന വിട്ടുപോകാതെ ദൈവത്തിന് മാനം കൊടുത്തുകൊണ്ട് അവൻ ജീവിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. അവൻ ഫറവോൻ്റെ മുന്നേ കൊണ്ടുവരപ്പെട്ടു. ഹല്ലേലൂയ. അവൻ ഫറവോൻ്റെ മുന്നേ നിന്നുകൊണ്ട് അവൻ പറയുകയാണ്, സ്വപ്ന വ്യാഖ്യാനം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വപ്ന വ്യാഖ്യാനം വീട്ടിൽ പോയി ആ ഭാഗങ്ങൾ വായിച്ചു നോക്കുക. അതെല്ലാം സ്വപ്ന വ്യാഖ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോസഫ് പറയാണ്, ഇപ്പോൾ എന്താ പദ്ധതി? ഫറവോൻ ചോദിക്കുകയാണ്, ഇനി എന്താ ചെയ്യേണ്ടത്? ഫറവോൻ പറഞ്ഞോട് ജോസഫ് പറയുന്നു, ഞാനായിരുന്നു ഈ പറഞ്ഞേനെ, എന്നെ ഇതിൻ്റെയൊക്കെ കാര്യം ഏൽപ്പിച്ചാൽ മതി, ഞാൻ എന്ത് ചെയ്തോളാം. കാരണം എനിക്കാ മനസ്സിലായി കിട്ടിയത് എങ്ങനെ 7 വർഷം സമൃദ്ധിയും 7 വർഷം
ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് എന്താണ് ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ ദേശത്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരും, ഞാൻ അതുപോലെ ചെയ്തു കൊള്ളാം എന്ന് ജോസഫ് ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ. എന്നാൽ ജോസഫ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞത്, ഫറവോനെ, രാജാവേ, അങ്ങ് ബുദ്ധിയുള്ള, കഴിവുള്ള, ജ്ഞാനമുള്ള ഒരുത്തനെ കണ്ടെത്തണം. ഹല്ലേലൂയ. അത് ഞാനാണെന്നല്ല ജോസഫ് പറഞ്ഞത്, നീ ചെയ്യേണ്ട പദ്ധതി ഇതാണ്, നീ ജ്ഞാനമുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തണം. ആ ജോസഫിൻ്റെ എളിമ, തന്നെ താൻ എന്ന് വെച്ചാൽ അവസരം കിട്ടിയാൽ ഉയരുവാൻ നോക്കുക എന്നുള്ളതായിരുന്നില്ല ജോസഫിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. അവൻ ദൈവത്തെ അനുസരിക്കുന്നവനും ദൈവത്തിനെ ഭയപ്പെടുന്നവനും ദൈവം എന്നെ മാനിക്കുമെന്നുള്ള നല്ലൊരു വിശ്വാസവും ഉറപ്പും ക്ഷമയും ഉള്ളവനായിരുന്നു. ഹല്ലേലൂയ. അവൻ അനുസരണം മാത്രമല്ല, എന്നെ മാനിക്കുന്ന ദൈവം എന്നെ മാനിക്കുക തന്നെ ചെയ്യും. അതിനൊരു സമയമുണ്ട്, എനിക്കതിനൊരു തിടുക്കമില്ല എന്നുള്ള നിലയിൽ അവൻ ജീവിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഉയരുവാൻ കഴിയാത്തത് നമ്മുടെ തിടുക്കം കൊണ്ടാണ്. നമ്മളത് നേടിയെടുക്കുവാനായിട്ട് വളരെ ബന്ധപ്പെട്ടു പോവുകയാണ്. സമയം വരെ കാത്തിരിപ്പാനുള്ള മനസ്സ് നമുക്ക് ഇല്ല. ഹല്ലേലൂയ. ഇന്ന് കാലം ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം. ജോസഫ് ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. അവൻ പറയുകയാണ്, രാജാവേ, ജ്ഞാനമുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തണം. ഹല്ലേലൂയ. രാജാവ് തന്നെ തിരഞ്ഞെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെയോ അല്ലെങ്കിൽ ആഗ്രഹത്തോടുകൂടെ അല്ല ജോസഫ് അത് പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് കാലം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വരുന്നത് യഹോവയിൽ നിന്നാണ്. ഹല്ലേലൂയ. നമ്മളെ ഉയർത്തുന്നത് ദൈവമാണ്, നമ്മളെ മാനിക്കുന്നത് ദൈവമാണ്, മനുഷ്യനല്ല, മനുഷ്യ വാഗ്ദത്തങ്ങളല്ല, റെക്കമെൻഡേഷൻസ് അല്ല, ഉന്നതിയിലായിരിക്കുന്നവരല്ല. ഹല്ലേലൂയ. നമ്മളെ മാനിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കാലം നമ്മുടെ തോമസ് ബ്രദറിന്റെ മകള് സാക്ഷി പറയുവാനിടയായല്ലോ. ഹല്ലേലൂയ. തന്നെ MBA കഴിഞ്ഞതിന് ശേഷം തന്നെ ഉന്നതമായ ഒരു നിലയിലേക്ക് ദൈവം മാനിച്ചു. ഹല്ലേലൂയ. ക്ഷമയോട് ആ പൈതൽ കാത്തിരുന്നു, ക്ഷമയോട് തൻ്റെ ജോലികൾ ചെയ്തു, ക്ഷമയോട് താൻ പഠിച്ചു. ഹല്ലേലൂയ. തൻ്റെ വിശ്വാസം ദൈവത്തിൽ അർപ്പിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മുന്നേ വന്ന് സാക്ഷി പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അത് നമുക്കൊരു ഉദാഹരണമാണ്. ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കുക. ദൈവം എന്നെ മാനിക്കും, ദൈവം എന്നെ ഉയർത്തും, ദൈവം എന്നെ വഴി നടത്തും. അവൻ ഒരിക്കലും എന്നെ വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. യോസഫിനെ വഴി നടത്തിയ ദൈവം, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന യോസഫിനെ നടത്തിയ അതേ ദൈവം എന്നെയും വഴി നടത്തുവാൻ ശക്തനെന്ന് ഇന്ന് പൽക്കാലം ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ. ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ജീവിതമോ എന്ന് ഭാരപ്പെടുന്നവരായിട്ടല്ല, ദുഃഖങ്ങളും ഭാരങ്ങളും മാനുഷ്യ നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ, ദൈവത്തെ വിട്ടുപോകാതെ, ദൈവ വഴികളെ വിട്ടുപോകാതെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ടുകൊടുക്കാതെ ദൈവ കരങ്ങളിലേക്ക് നമുക്ക് താണിരിക്കാം. ഹല്ലേലൂയ. ഇതാ ജോസഫ് തന്നെ താൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. മാത്രമല്ല അവൻ ഉൽപ്പത്തി 41 അധ്യായത്തിൻ്റെ 46 വാക്യം, ചില വാക്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് വായിച്ചു നിർത്താം. 41:46. ജോസഫ് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസഫ് ഫറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിസ്രൈം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. ഹല്ലേലൂയ. അവൻ 17 വയസ്സായിരുന്നപ്പോഴാണ് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 30 വയസ്സ്, ദീർഘ 13 വർഷങ്ങൾ ദൈവസന്നിധിയിൽ ദൈവകൃപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവം തന്നെ ഉയർത്തുന്നതിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ദീർഘമായി ഇത്രയും നാളുകളായല്ലോ, മടുത്തുപോയി, കർത്താവേ, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് തോന്നുന്നു, ഞാൻ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പോകും. ഇവിടെ നിന്ന് പോത്തിഫേറിൻ്റെ ഭവനത്തിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തോ നേടിയെന്ന്. എൻ്റെ സഹോദരന്മാർ ഇപ്പോൾ വന്ന് കണ്ടാൽ ഞാൻ ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്നതല്ലേ കാണുക എന്ന് ഞാൻ സന്തോഷിച്ചു, കർത്താവേ. എന്നാൽ ഇപ്പോഴോ ഞാൻ ായിപ്പോയല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിലല്ല ജോസഫ് ജീവിച്ചിരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കഷ്ടത്തിൽ നിന്ന് കഷ്ടത്തിലേക്ക്, നിന്നയിൽ നിന്ന് നിന്നയിലേക്ക്, ഭാരത്തിൽ നിന്ന് ഭാരത്തിലേക്ക്, കണ്ണുനീരിൽ നിന്ന് കണ്ണുനീരിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരാ സഹോദരി, നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ജോസഫിനെ മാനിച്ച് ദൈവം നിന്നെ മാനിക്കും. 13 ദീർഘവർഷങ്ങൾ അവൻ കാത്തു നിൽക്കേണ്ടി വന്നു. എന്നാൽ അവൻ ദൈവകൃപയിൽ നിന്ന് വിട്ടുപോയില്ല, ദൈവ സാന്നിധ്യത്തെ വിട്ടുപോയില്ല, ദൈവത്തിനെ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് അവൻ വിട്ടുപോയില്ല. ഹല്ലേലൂയ. അവൻ നിലനിന്ന് മുന്നേറുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. 105 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 105 സങ്കീർത്തനം 17 വാക്യം. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതിൻ്റെ മുൻഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവമാണ് യോസഫിനെ അവർക്ക് മുന്നേ അയച്ചത്. ഹല്ലേലൂയ. നിനക്ക് മുന്നേ അല്ലെങ്കിൽ നിന്റെ സഹോദരന്മാർക്ക് മുന്നേ നിന്നെ ദൈവം അയച്ചതാണ്, നീ പോയതല്ല. ഹല്ലേലൂയ. ആരും നിന്നെ തള്ളിക്കളഞ്ഞതല്ല,
നിനക്ക് തോന്നിയേക്കാം എൻ്റെ സഹോദരന്മാരെന്നെ നിന്ദിച്ചതാണ്, പിതാവ് എന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് വിട്ടതുകൊണ്ട് എൻ്റെ സഹോദരന്മാരുടെ കയ്യിൽ ഞാൻ പെട്ടുപോയി, അങ്ങനെ ആ സഹോദരന്മാരുടെ കയ്യിൽ പെട്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദുരിതത്തിലേക്ക് വന്നു, അവിടെ നിന്ന് ഞാൻ വിൽക്കപ്പെട്ടു, ഞാൻ ഇവിടെ വന്ന് ചേർന്നുവല്ലോ എന്ന്, കാരാഗൃഹം വരെ എത്തിയല്ലോ എന്ന് ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല. അവർക്ക് മുൻപായി 17 വാക്യം, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസെഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ഹല്ലേലൂയ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ ഡെസ്റ്റൈൻഡ് തിങ് ബൈ ഗോഡ്. ദൈവം നിശ്ചയിച്ച കാര്യമാണ്. ഇന്ന് പൽക്കാലം നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തോട് ചോദിക്കും, കഷ്ടതയാണോ ദൈവം എനിക്ക് നിശ്ചയിച്ചത്? കഷ്ടതയല്ല. കഷ്ടത എന്ന് പറയുന്ന ആ വേദന നിനക്കൊരു ചവിട്ടുപിടി മാത്രമാണ്. ഹല്ലേലൂയ. ദൈവം നിനക്ക് ഉയർത്തുവാൻ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. നീ ആ വഴിയിലൂടെ, ഞാൻ ആ വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് വലിയ ഒരു കാര്യമായതുകൊണ്ട് അവൻ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. 105 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു, അവനയച്ചു, യഹോവയെ അയച്ചു. യഹോവ നമ്മളെ അയക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, അവൻ സകല മഹത്വം ദൈവത്തിന് മാത്രമാണ് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വപ്നത്തിൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, തൻ്റെ രാജാവിന് രണ്ടാമനായിരുന്നു ഭരിക്കുന്ന ഫറവോന് രണ്ടാമനായിരുന്നു ഭരിക്കുന്ന കാര്യത്തിലാകട്ടെ, എല്ലാറ്റിലും അവൻ ദൈവത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അവൻ തൻ്റെ സഹോദരന്മാർ വീണ്ടും വരുമ്പോൾ സഹോദരന്മാരോട് പറയുകയാണ്, അവൻ ഫറവോൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ആരെന്ന്, അപ്പോൾ നിങ്ങൾ പറഞ്ഞോണം. എന്തോ നമ്മളാണ് പറഞ്ഞത്, എന്തുവാ വലിയ പുള്ളികളാന്ന് പറഞ്ഞോന്ന് അല്ല. ഫറവോനോട് പറയാനായിട്ട് ജോസഫ് പറഞ്ഞു കൊടുക്കുന്നത്, ഞങ്ങൾ ആടുമേയ്ക്കുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ആടുമേയ്ക്കുന്നവരെ ഫറവോൻ മിസ്രയീം ജനത്തിന് വെറുപ്പാണ്. ഹല്ലേലൂയ. വെറുക്കപ്പെട്ട ഒരു ജനമാണ്. എന്നിട്ടും he did not try to hide his identity. തൻ്റെ വ്യക്തിത്വത്തെ, താൻ ആരാന്ന്, താൻ ഏത് കുലത്തിൽപ്പെട്ടവനാണ്, ഏത് കുടുംബത്തിൽപ്പെട്ടവനാണ്, ഏത് ജാതിയിൽപ്പെട്ടവനാണ്, താൻ ഒരു ദൈവവൈതലാണ് എന്നുള്ളതിനെ മറയ്ക്കുവാൻ അവൻ ഒരിക്കലും ശ്രമിച്ചില്ല. ഹല്ലേലൂയ. നമ്മൾ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരോടൊപ്പം നിന്നുകൊണ്ട് ജ്വൽസ് ഇട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഇതെൻ്റെ ഫാഷനാന്ന്. അല്ല, ഞാൻ ഈ കൂട്ടത്തിലുള്ളതാന്ന് ധൈര്യമായിട്ട് പറയുക. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിൻ്റെ ഐഡൻറ്റിറ്റിയെ, നിൻ്റെ വ്യക്തിത്വത്തെ മറയ്ക്കുവാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്യുന്നുവോ അത് ദൈവത്തിന് വിരോധമായി ചെയ്യുന്നത്. മാലയും കമ്മലും കിട്ടുന്ന കാര്യമേ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ എനിക്ക് സ്വർണ്ണ നിറത്തിൽ ഒരു സ്ട്രാപ്പ് കിട്ടാമെങ്കിൽ അത് കുറച്ചുകൂടെ കയറി ഇവിടെ ഒന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ ഇടാൻ പോകുന്നില്ല, ഇടാൻ ആരെയും പ്രേരിപ്പിക്കുന്നുമില്ല, ഞാൻ അതിനെ ന്യായം വിധിക്കുന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയുമേ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. തൻ്റെ ഐഡൻറ്റിറ്റി, തൻ്റെ വ്യക്തിത്വം ജോസഫ് ഒരിക്കലും മറച്ചില്ല, തൻ്റെ സഹോദരന്മാരെ കൊണ്ട് മറപ്പിച്ചതുമില്ല. നിന്റെ വ്യക്തിത്വം മറയ്ക്കുവാനായിട്ട് നീ സമൂഹത്തിൽ ഇണങ്ങിച്ചേരുമ്പോൾ, നീ കോളേജിൽ പോകുമ്പോൾ, നീ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, നീ ഓഫീസിലേക്ക് പോകുമ്പോൾ, നിന്റെ ജോലി സ്ഥലത്ത് മറ്റുള്ളവർ നീ ഏത് കൂട്ടത്തിലെന്നും ചോദിക്കുമ്പോൾ പറയാതിരിക്കുവാൻ നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് ദൈവത്തിന് വിരോധമായുള്ള പാപമാണ്. ഹല്ലേലൂയ. ഇന്ന് കാലം ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. അവൻ ഒരിക്കലും തൻ്റെ ഐഡന്റിറ്റി, തൻ്റെ വ്യക്തിത്വം മറച്ചു വെച്ചില്ല. അവൻ പറയാണ് സഹോദരന്മാരോട്, നിങ്ങൾ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫറവോനോട് പറയേണ്ടത് ഞങ്ങൾ ആടുമേയ്ക്കുന്ന കൂട്ടരാണ്. ഹല്ലേലൂയ. കാരണം മിസ്രൈമ്യർക്ക് ഈ ആടുമേയ്ക്കുന്ന ജനം ഹല്ലേലൂയ വെറുപ്പുള്ള ജനമാണ്. വെറുപ്പുള്ളവരായിക്കൊള്ളട്ടെ, എന്നാൽ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവിക കൽപ്പനകൾക്ക് വേണ്ടി നിവർന്നു നിൽക്കുവാൻ മനസ്സുള്ളവനായിരുന്നു ജോസഫ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? ദൈവമക്കളാണെന്ന് പറയുവാൻ, അല്ലെങ്കിൽ ദൈവജനമാണെന്ന് പറയുവാൻ, പെന്തിക്കോസാണെന്ന് പറയുവാൻ, ദൈവത്തിൻ്റെ ഞങ്ങളുടെ ആലയം ഈ ഭാഗത്താണെന്ന് മാത്രം പറയും, എവിടാന്ന് പറയില്ല. മിഷൻ ക്വാർട്ടേഴ്സിലാന്ന് പറയും. അതിൽ CSI പള്ളിയുണ്ട്, ലത്തീം പള്ളിയുണ്ട്, പല പള്ളികളുണ്ടല്ലോ. അതിൽ ഏതാണെന്ന് പോലും പറയുവാൻ നമുക്ക് ലജ്ജയാണ്. നമ്മുടെ പാസ്റ്ററെ കാണുമ്പോൾ അതാണ് എൻ്റെ പാസ്റ്റർ എന്ന്, ആ കൂട്ടത്തിലാണ് ഞാൻ പോകുന്നതെന്ന് പറയുവാൻ ലജ്ജിക്കുന്ന വ്യക്തി ജീവിതമേ. ഞാനും സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്തെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഹല്ലേലൂയ. എന്നെ കോളേജിൽ പഠിപ്പിച്ച ഒരു സാറ് എന്നെ കാണുമ്പോൾ പാടുന്ന പാട്ടാണ് തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക എന്ന്. ഹല്ലേലൂയ. എനിക്ക് BA നോവൽ പഠിപ്പിച്ച സാറാണ് വിൻസ്റ്റൺ സോമവൽ. അദ്ദേഹം ഇപ്പോൾ ചാപ്ലിനായിട്ട്
വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഞാൻ പെന്തിക്കോസ് അതുകൊണ്ട് എന്നെ കളിയാക്കി പാടുന്ന പാട്ടാണ് തീ കത്തിക്കുക എന്നിൽ തീ കത്തിക്കുക. യെസ്, അന്ന് കത്തിച്ച തീ എൻ്റെതാണ്, അത് കാത്ത് സൂക്ഷിപ്പാൻ ഇന്നുവരെ എൻ്റെ ദൈവം കാത്തു. ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ട് പോകാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ ആ സെയിം കോളേജിലേക്ക് ഞാൻ മടങ്ങി ചെന്നപ്പോൾ പ്രിൻസിപ്പളുടെ മുൻപാകെ കസേരയിട്ട് ഞാനും ചില മിഷണറിമാരുമാണ് കന്യാകുമാരിക്ക് പോകുന്ന വഴിക്കാണ്, നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. എന്നെ കയറ്റി ഇരുത്തിയപ്പോൾ എൻ്റെ പ്രിൻസിപ്പളിൻ്റെ മുന്നേ അതേ മുറിയിൽ എന്നെ ഇരുത്തുവാനിടയായി. ഹല്ലേലൂയ. നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ നിന്ദിച്ചവരുടെ മധ്യേ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതിന് ജീവനുള്ള സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, ഒരിക്കലും സ്കൂളിൽ നിങ്ങളൊരു ദൈവ പൈതലാണെന്നോ ഒരു പെന്തക്കോസുകാരിയാണെന്നോ അല്ലെങ്കിൽ ഈ ആലയത്തിലാണ് പോകുന്നതെന്നോ പറയുവാൻ നിങ്ങൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഐഡൻറ്റിറ്റി, ദൈവ പൈതൽ എന്നുള്ള ഐഡൻറ്റിറ്റി നിങ്ങൾ കാത്തു സൂക്ഷിക്കുമെങ്കിൽ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ജോസഫിനെ മാനിച്ചവൻ എന്നെയും മാനിച്ച ദൈവമാണ്. ഹല്ലേലൂയ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാണ്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമ്മളെ തന്നെ ഒരു സ്വയം ശോധന ചെയ്യാം. വിൽ യു വെയിറ്റ് ഫോർ ഗാഡ്? നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമോ? ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും, നീ എന്നെ ഉയർത്തുവോളം ഞാൻ നിൻ്റെ കൈക്കീഴിൽ താണിരിക്കും കർത്താവേ എന്ന് പൽക്കാലം നമുക്ക് പറവാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവം എന്നെ മാനിക്കും. ഈയിടെ ഞാൻ ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, രാമേശ്വരത്ത് പ്രവർത്തിക്കുന്ന പാസ്റ്റർ എം പൗലോസ്, അദ്ദേഹം പറഞ്ഞു, യു നീഡ് നോട്ട് മാരി എ നേഴ്സ് ടു ഗോ ടു US. അമേരിക്കയ്ക്ക് പോകാനായിട്ട് നീ ഒരു നേഴ്സിനെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ഭാര്യ നേഴ്സൊന്നുമല്ല, സുവിശേഷ വേലക്കാരിയാണ്. അദ്ദേഹം പറയുകയാണ്, അനേക രാജ്യങ്ങളിലേക്ക് അവൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അനേകർ അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം മാനിക്കേണ്ടതിന് നീ നിൻ്റെതായ സ്വന്തം ബുദ്ധിയിൽ ഏതെങ്കിലും വഴി കണ്ടെത്തിയാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നീ ഇന്ന് പൽക്കാലം ചിന്തിച്ച് തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് തന്നെ ഇന്ന് പൽക്കാലം പറയുന്നു, ദൈവത്തിന് അവൻ്റെതായുള്ളൊരു വഴിയുണ്ട്. നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് അവൻ്റെതായൊരു വഴിയുണ്ട്, അവൻ്റെതായൊരു പദ്ധതിയുണ്ട്. ജോസഫിനെ വഴി നടത്തിയതുപോലെ അവൻ നിന്നെ വഴി നടത്തും. വി വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈമിങ്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. വിൽ യു വാക്ക് ഇൻ ഹിസ് വേ? അവൻ്റെ വഴിയിൽ നീ നടക്കുമോ? ഇന്ന് പൽക്കാലം ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ അവൻ്റെ വഴിയിൽ നടക്കുമോ? ഹല്ലേലൂയ. ഗോഡ്, വിൽ യു ഓണർ ഗോഡ് ഓൾവേസ്? നീ ദൈവത്തെ എന്നും മാനിക്കുമോ? നിൻ്റെ ദുഃഖത്തിലും നീ പോത്തിഫേറിൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോഴും നീ കാരാഗൃഹത്തിലായിരിക്കുമ്പോഴും, ഹല്ലേലൂയ, നീ ഫറവോൻ്റെ കൊട്ടാരത്തിലായിരിക്കുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും നീ ദൈവത്തെ മാനിക്കുമോ? ഹല്ലേലൂയ. ദൈവത്തെ ബഹുമാനിച്ച് നടക്കുമോ? നീ പൊട്ടക്കുഴിയിൽ കിടക്കുമ്പോഴും നിനക്ക് നിൻ്റെ പിതാവ് നല്ല വസ്ത്രം തരുമ്പോഴും നിൻ്റെ വസ്ത്രം ഊരപ്പെടുമ്പോഴും എപ്പോഴും നീ ദൈവത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമോ? ഇന്ന് പൽക്കാലം നമുക്ക് ദൈവത്തെ മാനിക്കുന്ന വ്യക്തികളായി തീരാം. മാത്രമല്ല, നീ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായി തീരുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഉന്നതിയും ഉയർച്ചയും ഒക്കെയും വരുമ്പോഴും സകലമാനവും പുകഴ്ചയും അങ്ങയ്ക്ക് മാത്രം കർത്താവേ. എൻ്റെ സ്വന്തം കൃപ കൊണ്ടോ കഴിവ് കൊണ്ടോ എൻ്റെ ജ്ഞാനം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ എൻ്റെ ധനം കൊണ്ടോ എൻ്റെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ ഞാൻ നേടിയെന്നല്ല കർത്താവേ. സകലമാനവും മഹത്വം അങ്ങയ്ക്ക് മാത്രം ഞാൻ അർപ്പിക്കുന്നു കർത്താവേ. കുഴിയിലെറിയപ്പെട്ട എന്നെ ഉയർത്തിയവനായ ദൈവമേ, ഹല്ലേലൂയ. കഷ്ടത്തിലൂടെ കടന്നുപോയപ്പോൾ എന്നെ വഴി നടത്തിയെന്നവനെ കർത്താവേ. ശെഖേമിൽ എൻ്റെ സഹോദരന്മാരെ കാണാതായതിന് നന്ദി പറയുന്നു. നീ എന്നെ ദോദാനിലേക്ക് വഴി നടത്തുവാൻ ഒരു അന്യ മനുഷ്യനെ നീ സൂക്ഷിച്ചുവല്ലോ. റൂബേനെ എനിക്ക് വേണ്ടി വെച്ചുവല്ലോ കർത്താവ്. എന്നെ സഹോദരന്മാർ കൊന്നുകളാതിരിപ്പാൻ നീ അവനെ എനിക്ക് വേണ്ടി തന്നുവല്ലോ കർത്താവെ. നീ നടത്തിയ എല്ലാ വഴികൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ദുഃഖങ്ങളും ഭാരങ്ങൾക്കുമായി കർത്താവെ, അതിലൂടെ നീ നടത്തിയ വഴികൾക്കായി നിന്നെ സ്തുതിക്കുന്നു കർത്താവെ എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്നവരായി ഇരിക്കുക. ഹല്ലേലൂയ. ദൈവം തരാത്ത നന്മകൾ നിന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഒരു ചെറിയ കഥ കൂടെ ഞാൻ പറയട്ടെ. ഇതും ഞാൻ കേട്ടത് പവർ വിഷനിൽ നിന്ന് പാസ്റ്റർ കെ എബ്രഹാം അവർ തന്നെ പറഞ്ഞതാണ്. ഒരു ദിവസം ഇതാ ഒരു വീടിൻ്റെ പാലുകാഴ്ച നടന്നപ്പോൾ അനേകരും വന്ന് അനേക സമ്മാനങ്ങൾ കൊണ്ടുകൊടുത്തു. ഈ സമ്മാനങ്ങളൊക്കെ വീട്ടിൽ നിറച്ചിരിക്കുകയാണ്. പലവിധമായ ഉന്നത സമ്മാനങ്ങളാണ്, വിലയേറിയ സമ്മാനങ്ങൾ ലഭിച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു ഉച്ചതിരിഞ്ഞ് ഒരു 4 മണി 3:30 കഴിഞ്ഞപ്പോൾ ഒരു കൊറിയറിൽ ഒരു ചെറിയ പാർസൽ വന്നു. ആ പാർസൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്, അതിലുണ്ട് 2 ടിക്കറ്റ്. ഹല്ലേലൂയ. സിനിമയ്ക്ക് പോകാനുള്ള ടിക്കറ്റാണ്. ഏത്? സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകാൻ. അപ്പോൾ അവർ വിചാരിച്ചു പകലത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയി കളയാമെന്ന്. രാത്രി, അതെന്താ സമയം എനിക്കറിയില്ല, രാത്രി സിനിമയ്ക്ക് പോയി. സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയ സമയത്ത് ഈ ടിക്കറ്റുകൾ അയച്ചു തന്ന ആ വ്യക്തികൾ ഒരു ലോറിയിൽ കടന്നു വന്നിട്ട് ഈ ഭവനത്തിൽ കയറി അന്നുണ്ടായിരുന്ന എല്ലാ സമ്മാനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി. നിനക്ക് അർഹത
അർഹതപ്പെടാത്തത് ആരെങ്കിലും തരുമ്പോൾ അത് സന്തോഷമെന്നോ ദൈവം എനിക്ക് നൽകി തന്നതാണെന്ന് വിചാരിച്ച് നീ ആസ്വദിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ മാത്രം കടന്നു പോവുക. ദൈവം നൽകാത്തത് ഒന്നും നിൻ്റേതല്ല, നിനക്കുള്ളതല്ല, അത് നിത്യമായി നിലനിൽക്കുന്നതുമല്ല. അതുകൊണ്ട് ജോസഫിൻ്റെ ജീവിതം നമ്മളൊക്കെ ഒരു പാഠമായിരിക്കണ്ടേ. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവൻ്റെ വഴിയിൽ മാത്രം നടന്ന് അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് അവനെ മാത്രം മാനിച്ച് സകല മാനവും മഹത്വവും അവന് മാത്രം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പുറകെ നടക്കുക, സ്വപ്നത്തിൻ്റെ പുറകെ നടക്കരുത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.